ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പടം മിസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സ്റ്റാറിംഗ് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വൈശാഖ് നായർ ആൻഡ് കുറേ ഫെമിലിയർ ഫേസസും ഉണ്ട്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫാണ്. ജിത്തു അഷ്റഫിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് ഇതിനു മുമ്പ് ഷാഹി കബീറിൻ്റെ തന്നെ മറ്റു പല പടങ്ങളിൽ സപ്പോർട്ടിങ് റോൾസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ പടമാണ് ഇരട്ടയിലെ മറ്റേ സൈക്കോ പാസ്റ്ററാണ് ഈ പറയുന്ന ജിത്തു അഷ്റഫ്. പുള്ളിയാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ മാത്രമല്ല ഈ പടത്തിൻ്റെ അകത്തൊരു റോളും ജിത്തു അഷ്റഫിനുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കഥ എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ്. ഷാഹി കബീറിൻ്റെ വൺ ഓഫ് അനദർ പോലീസ് സ്റ്റോറീസ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പുള്ളിയുടെ കഥയിൽ പറയുന്ന പോലെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പോലീസ് ഓഫീസറിന് വരുന്ന ഒരു ക്രൈം, അവർക്കുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമാസ്, PTSDs, അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് ഈ പടത്തിൻ്റെ അകത്തും അവർ മെയിൻ ക്യാരക്ടറായ കുഞ്ചാക്കോവിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ചാക്കോവിനും ഇതിൻ്റെ അകത്ത് ആ ഒരു എഫേർട്ട് ഇട്ട് എൻഗേജിങ് ആയിരുന്നു പടം. പടത്തിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത് കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടർ പുള്ളി ഒരു DYSP റോളിൽ നിന്നും CI റോളിലോട്ട് ഡീമോട്ടായി. ആ ഡീമോട്ടായതിന് ശേഷം പുള്ളിക്ക് വരുന്നൊരു ഫസ്റ്റ് കേസ്. ആ ഫസ്റ്റ് കേസിൽ നിന്നുമാണ് പിന്നീട് ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്പായി വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഇമോഷണൽ ത്രില്ലർ അങ്ങനത്തെ ഒരു ജോൺറയിലാണ് പടം പോകുന്നത്. ട്വിസ്റ്റും അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ വലിയ ട്വിസ്റ്റൊന്നും അല്ല, ബട്ട് ഇറ്റ് വാസ് എ പ്രിറ്റി ഡീസൻറ്റ് ട്വിസ്റ്റ് ആ പടത്തിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് രീതിയിൽ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2.5 മണിക്കൂർ എന്തോ ഉണ്ട് ഫിലിം. ഒരു 2 hours 17 minutes 2 hours 15 minutes എന്തോ ഉണ്ട് പടം. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ആയി. ഒരു സീൻ പോലും അങ്ങനെ ബോറടിച്ചില്ല. കാരണം എന്താണ് നെക്സ്റ്റ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ടുള്ളൊരു സംഗതി ഇട്ടിട്ട് തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ ഒരു പ്ലോട്ട് ഫോർവേഡിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. ഈ പടത്തിൻ്റെ മ്യൂസിക് പിന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ജേക്സ് ബിജോയുടെ സ്കോർസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ പടത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ അകത്ത് വരുന്ന വേറൊരു പോയിൻ്റാണ് ഡ്രഗ് അബ്യൂസും കാര്യങ്ങളും. അതുകൊണ്ട് കുറച്ച് വയലൻസ് സീൻസും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൻ്റെ അകത്ത് ഉണ്ട്. ഭയങ്കര എക്സ്ട്രീം വയലൻസ് ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ട് വേണമെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിലുള്ള കുറച്ച് വയലൻസുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഡ്രഗ് ഗ്യാങ് ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ വൈശാഖ് നായരാണ്. വൈശാഖ് നായർ ആ റോള് നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില സീൻസിൻ്റെ അകത്ത് വൈശാഖ് നായർ ഇംഗ്ലീഷിൽ ഡയലോഗ്സ് പറയുന്ന സമയത്ത് 2008 ഡാർക്ക് നൈറ്റ് ഇറങ്ങിയ സമയത്ത് ഹീത്ത് ലെഡ്ജർ പുള്ളിയുടെ ജോക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുത്ത അതേ ഒരു ഡയലോഗ് വോയിസ് മോഡുലേഷനാണ് വൈശാഖ് നായർ പുള്ളിയുടെ ക്യാരക്ടറിന് കൊടുക്കുന്നത്. ലൈക്ക് അത് ഭയങ്കര ഒരു ഒട്ടും മാച്ച് ആവാത്ത ഒരു തോന്നി. ലൈക്ക് പുള്ളിയുടെ ഫിഗറും കാര്യങ്ങളെല്ലാം ആ ഒരു ആൻറ്റഗോണിസ്റ്റ് ഇതിന് പക്കയാണെങ്കിലും പുള്ളി പറയുന്ന ഡയലോഗ് ഭയങ്കര, അതായത് നമ്മൾ കേട്ട് പരിചയമുള്ളത് കൊണ്ടും അതൊരു ജോക്കർ എന്നുള്ളത് ഇപ്പോൾ ഒരു ഐക്കോണിക് ക്യാരക്ടർ അയക്കുന്നത് കൊണ്ടും ഇത് വൈശാഖ് നായർ ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ഓക്വേർഡ്നെസ് എനിക്ക് ഫീലായി. ഇതിൻ്റെ എഡിറ്റിംഗ് പിന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ചമ്മൻ ചാക്കോ ആണ്. എഡിറ്റിംഗ് അത്യാവശ്യം ഗ്രിപ്പിംഗ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അവിടെ ഇവിടെയൊക്കെയോ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു മിഷാപ്പ് നടക്കുന്നത് തോന്നി. ഇങ്ങനെ ഒരു സീൻ അടുത്ത സീനിലോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു സീൻ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ പോപ്പാവണു, അങ്ങനത്തെ ഒരു സംഗതി എനിക്ക് തോന്നിയായിരുന്നു. അത് ഈ ഷോയുടെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ എൻ്റെ ഡബ്ബിങ് കുറച്ച് നല്ലതാണ്, പക്ഷെ ചില സീനുകളിൽ ആളുകൾ വായടച്ച് വെക്കുമ്പോഴും ഡബ്ബിങ് പോകുന്നുണ്ട്. ചില സീനുകൾ ആളുകൾ പറയുന്നത് നല്ല ഡബ്ബ് ആവുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. സോ ടു എൻഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറീന് ഒരു കൊമേഴ്ഷ്യൽ ടേക്കിലാണ് ഇതെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്ലോട്ട് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം. കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത് ആ ഒരു ഡബ്ബിങ്ങും ഒരു എഡിറ്റിങ്ങിൽ വന്ന ചെറിയ കുറച്ച് ഗ്ലിച്ചസ് ആയിരുന്നു എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. കുറച്ച് ഫ്ലോസ് ഉണ്ട്. ജിത്തു അഷ്റഫിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിലാണ്, എന്നാലും അത്ര മോശമൊന്നും ആയിട്ടില്ല. കുറച്ച് ഫ്ലോസ് ഉണ്ട്, പക്ഷെ അത്യാവശ്യം പടം നല്ല എൻജോയബിൾ ആയിരുന്നു. തിയേറ്ററിൽ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നാണ് പടം കണ്ടത്. സോ ടേക്ക് കെയർ.